നമുക്ക് ആർക്കും ആരാണ് ഷഹബാസ്, എവിടെയാണ്, എന്താണ് എന്നൊന്നും നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും അവൻ നമ്മളുടെ ആരൊക്കെയായിരുന്നു, അവൻ എന്ത് പറ്റി എന്നുള്ള ഒരു വിഷമം നമുക്ക് എല്ലാ വീഡിയോസിൽ ഈ 5 കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ID അതുപോലെ തന്നെ അതിലൊരാളുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും ചെയ്യാൻ സമൂഹത്തിൽ നമ്മൾ പൊതുവേ എല്ലാവർക്കും കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കണം, കുട്ടികളെ നന്നായിട്ട് അവരെ ഇഷ്ടത്തിന് വിടുകയാണ്, അങ്ങനെയാണ് പാരൻസ്, കുട്ടികളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പാരന്റിങ്ങിന് നല്ല മാറ്റം. എപ്പോഴും എന്താണ് പറയുന്നത്, നിയമം മാറ്റണം, ഇവിടെ അറബ് രാജ്യങ്ങളെ നിയമം വരണം, കൈ വെട്ടണം, കാല് വെട്ടണം, തല വെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നാളെ നമ്മളൊക്കെ മരിച്ചാലും അവർ അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭ്രാന്താലയമായി എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഏകദേശം 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പൊതുവേ 2024 തന്നെ എല്ലാവർക്കും കുറച്ചൊരു ശോകം വർഷമാണ്. അതുപോലെ തന്നെ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അതിലേറെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതും ചില്ലറ പ്രശ്നങ്ങളൊന്നുമില്ല, ഏറും കൊലപാതകങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ കുറച്ച് അഭിപ്രായം, അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ പേജിൽ തന്നെ നമ്മുടെ ഷഹബാസിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഷോർട്സുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 10-15 ലക്ഷം ആളുകൾക്ക് മുകളിലേക്ക് ഈ വീഡിയോസ് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളം എന്തായി, ഷഹബാസിൻ്റെ കൊലപാതകങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ, അവർ എക്സാം എഴുതിയോ, അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം അർജുൻ്റെ ആ ഒരു നഷ്ടപ്പെടലിന് ശേഷം ഇത്രയും കേരളത്തിലെ ജനങ്ങളിലെ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഇത്രയും വിഷമം ഉള്ള രീതിയിൽ ഉണ്ടായ ഒരു വിഷയമാണ് ഷഹബാസ് എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും ആരാണ് ഷഹബാസ്, എവിടെയാണ്, എന്താണ് എന്നൊന്നും നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും അവൻ നമ്മളുടെ ആരൊക്കെയായിരുന്നു, അവൻ എന്ത് പറ്റി എന്നുള്ള ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇവൻ്റെ ഈ കുറ്റവാളികൾ, ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കും, അവരിപ്പോൾ എവിടെയാണ്, അവരാരാണ്, അവരുടെ ID, അവരുടെ പാരൻസ്, അവരുടെ നാട്, വീട്, എല്ലാ കാര്യങ്ങളും അറിയാനാണ് നമുക്ക് ഏറെ ക്യൂരിയോസിറ്റി. അപ്പോൾ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഇവരെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, ഇവരാരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. പക്ഷേ ആ ഒരു ത്വര ഇപ്പം തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ചില വീഡിയോസിൽ ഈ 5 കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ID അതുപോലെ തന്നെ അതിലൊരാളുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അറിയാത്ത ആളുകളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കുറ്റവാളികളെങ്കിൽ അവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞാൽ പോലും അവരുടെ ഫോട്ടോസോ വീഡിയോസോ അവരുടെ ഐഡൻറ്റിറ്റി പുറത്താക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് ഏകദേശം ഒരു 6 മാസം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ 5 പേര് ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ പോവണ്ട. ആ 5 പേര് അല്ല ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ വേണ്ടത് എന്താണ്, ഈ 5 പേര് ആരാണ്, അവരെന്താണ് എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ശരിക്കും ആ 5 പേരെ മാത്രം കിട്ടിയാൽ മതിയോ? അല്ലെങ്കിൽ ആ 5 പേര് മാത്രമാണോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം? അല്ലെങ്കിൽ ഷഹബാസിനെ ഇല്ലാതാക്കിയത് പ്രത്യക്ഷത്തിൽ ആ 5 പേരാണെങ്കിലും പരോക്ഷമായിട്ട് അവർ മാത്രമാണോ ആ ഒരു ക്രൈമിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം 10-60 കുട്ടികളാണ് അന്ന് ആ ഒരു കൂട്ടത്തല്ലിൽ ഉണ്ടായിരുന്നത്. മുഖ്യപ്രതികൾ ഈ 5 പേരാണ്. പക്ഷേ ഇതേ മനസ്സോടുകൂടി, ഇതേ കാര്യത്തോടുകൂടി, ഇതേ വൈരാഗ്യത്തോടുകൂടി ആ കുറ്റകൃത്യത്തിൽ അന്ന് പങ്കുചേർന്നത് ഏകദേശം അതിലേറെ കുട്ടികളാണ്. അതായത് ഈ 5 പേരായി കാണാതെ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഏകദേശം ഒരു 50% കുട്ടികളുടെ ഒരു മനോഭാവമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു കുട്ടികൾ മാത്രമാണോ ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണം? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് അവർക്ക് കിട്ടുന്ന സുലഭമായ മദ്യവും മയക്കുമരുന്നും ഇത് ആ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ല, നമുക്കറിയില്ല. എങ്കിലും ഇതെല്ലാം ഇന്നത്തെ ഇത്തരം പ്രശ്നങ്ങളിൽ ഈ ഒരു ഷഹബാസ് ഉള്ള മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം. അഫാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഏകദേശം 5-6 ആൾക്കാർ ഒരു വീട്ടിലന്ന് സ്വന്തം രക്തബന്ധങ്ങളെ അവനെ അടിച്ചു കൊന്നതും നമ്മൾ കണ്ടതാണ്. അവനും ഈ ജനറേഷനിലുള്ള ഒരാളാണ്. അതായത് ഇന്നത്തെ ജനറേഷന് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു, ഇതിന് കാരണക്കാരൊക്കെയാണ്? ഈ ഒരു 5 പേരെ മാത്രം നമ്മളിപ്പോൾ പിടിച്ച് അവരെ ശിക്ഷിച്ച് അവരുടെ കാര്യം കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം തീരും എന്നാണോ? ഒരിക്കലുമില്ല. അവരെ വളർത്തിയെടുത്ത മാതാപിതാക്കൾ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പൊതുവേ എല്ലാവർക്കും കുട്ടികൾക്ക് നല്ല ഫ്രീഡം കൊടുക്കണം, കുട്ടികളെ നന്നായിട്ട് അവരെ ഇഷ്ടത്തിന് വിടുകയാണ്, അങ്ങനെയാണ് പാരൻസ്, കുട്ടികളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പാരൻറ്റിങ്ങിന് നല്ല മാറ്റം വന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫ്രീഡം കൊടുത്താലും ചെറിയൊരു രീതിയിലെങ്കിലും നമ്മുടെ മക്കളുടെ ഒരു കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അവരെവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവർ ആരൊക്കെയായിട്ട് കൂട്ടുകൂടുന്നു എന്നൊക്കെ ഇന്നത്തെ ഒരു പേരൻസിന് പൊതുവെ അറിയില്ല. കാരണം പേരൻസ് അവരുടേതായിട്ടുള്ള ജോലി തിരക്കുകളാണ്. അപ്പോൾ ഞാനും ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞുണ്ട്, അവനും ഇപ്പോൾ വളർന്നു വരും. അപ്പം നമ്മൾ ഈ മക്കളെ കാര്യത്തിൽ പേരൻസ് ഇപ്പം
ഒട്ടും ബോധേഡല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ ഈ കുറ്റവാളികളായ 5 പേരിൽ 2 പേരെ കഴിഞ്ഞ വർഷം വേറൊരു തല്ലുകേസിൽ പിടിച്ച് കേസായ ആൾക്കാരായിരുന്നു. അവരെ അവരുടെ പേരൻസാണ് രക്ഷപ്പെടുത്തിയത്. അപ്പം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രശ്നം തൻ്റെ മക്കൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ആ പേരൻസ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ മക്കളിൽ വരുത്തിയില്ല അല്ലേ? അപ്പോൾ ഈ പേരൻസും എല്ലാവരും ഈ ഒരു 5 പേരെ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാർ അതിന് ഉത്തരവാദികളാണ്. ഇന്നത്തെ മദ്യവും മയക്കുമരുന്നുകളുമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ കൃത്യമായ പാരൻറ്റിങ്. പക്ഷെ നല്ല പാരൻറ്റിങ് ആയിട്ട് പോലും മക്കൾ വഴിതെറ്റ് പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പൊതുവെ മക്കളുടെ ഒരു കടിഞ്ഞാൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും കുറയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. മക്കൾക്ക് കൊടുക്കുന്ന ഓവർ ഫ്രീഡം ചില സമയങ്ങളിൽ അവരത് ദുരുപയോഗം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടത്തുന്ന സമരങ്ങളിലാണെങ്കിലും പ്രതിഷേധങ്ങളിലാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എപ്പോഴും എന്താണ് പറയുന്നത്? നിയമം മാറ്റണം, നിയമം മാറ്റണം. ഇവിടെ അറബ് രാജ്യങ്ങളെ നിയമം വരണം, കൈ വെട്ടണം, കാല് വെട്ടണം, തല വെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അത് നടക്കൂല. നമ്മൾ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ സമരം വെച്ചിട്ടോ പ്രതിഷേധം നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ പോവുള്ളൂ. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം എന്താണ് ഇവിടുത്തെ പ്രശ്നം. എല്ലാ രാജ്യത്തെയും പോലെ നല്ലൊരു ഭരണഘടന തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കും ഉള്ളത്. നമുക്കും ഇവിടെ കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കാനുള്ള ഒരുപാട് ഭേദഗതികളുണ്ട്. വധശിക്ഷയുണ്ട്, ജീവപര്യന്തമുണ്ട്, ഒരുപാട് രീതിയിലുള്ള ശിക്ഷകൾ നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിയമം ഓക്കെ അല്ല എന്ന് തോന്നുന്നു? അതിവിടെ നല്ല നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വഴി ശരിയാവാത്തതുകൊണ്ടാണ് അല്ലേ? അതായത് നിയമങ്ങളുണ്ട്, പക്ഷെ ആ നിയമങ്ങൾ കൃത്യമായ രീതിയിൽ ഇവിടെ പ്രതിഫലിക്കുന്നില്ല. അങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേടിയുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്തയിൽ കണ്ടതാണ്, സൗദിയിൽ കഴിഞ്ഞ വർഷം 300 സംതിങ് ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്ന്. അതായത് അവർ ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ജയിലിൽ കഴിയുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഏറ്റവും അടുത്ത് ഗ്രീഷ്മ ഇപ്പം പോയിട്ടുണ്ട്. എന്തിനാണ് പോയത്? നല്ല ഫുഡൊക്കെ അടിച്ച് അവിടെ അടിച്ചു പൊളിച്ചിരിക്കുക. ഇനിയിപ്പോൾ നാളെ നമ്മളൊക്കെ മരിച്ചാലും അവർ അവിടെ വധശിക്ഷ നടപ്പിലാക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. അതിന് മുന്നേ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, സുഖമായിട്ട് അവിടെ ജീവിക്കുന്നവരുണ്ട്. അപ്പം നിയമങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടുത്തെ പ്രശ്നം. കൃത്യമായ രീതിയിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഒരാൾക്ക് അയാൾ ഒരു കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. അതാണ് ഇവിടെ നടക്കാത്തത്. അതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയപ്പോൾ അവൾ ഇല്ലാതാക്കിയ ആ ഒരു പയ്യൻ്റെ പേരൻസിനൊക്കെ നല്ല ഹാപ്പിയായി. അവർ കോടതി നല്ല സന്തോഷത്തോടെ ആ ഒരു വധശിക്ഷ അവർക്ക് വിധിച്ചു എന്നുള്ള സമാധാനത്തിൽ അവർ ഇറങ്ങി. പക്ഷേ അവർക്കത് കിട്ടിയോ? ഇല്ല. അതിന് എന്ന് കിട്ടും? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒരു നിയമങ്ങളും കൃത്യമായ രീതിയിൽ ഇവിടെ നടപ്പിലാവുന്നില്ല. ഇവിടെ നിയമങ്ങളുണ്ട്, നിയമങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിയമങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ള. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം നിയമങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഒരു ശിക്ഷ വിധിച്ച് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ളൊരു ഇതാണ് നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രതിഷേധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ മാറ്റാനുള്ളതല്ല നമ്മുടെ ഭരണഘടന. പിന്നെ അത്രയും മോശപ്പെട്ട ഒരു ഭരണഘടനയല്ല നമ്മളത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അപ്പം അത് നമ്മളെ ഇഷ്ടത്തിന് ഈ കാര്യത്തിന് മാറ്റുക. ഇനി ഇപ്പോൾ നമ്മുടെ കേന്ദ്രം വേറെ എന്തെങ്കിലും നമുക്കൊരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തിരുത്തിയാണ് ഈ ഒരു നിയമം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ നിയമം മാറ്റണം എന്ന് പറയുമ്പോൾ അവരും മാറ്റാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമമല്ല മാറ്റേണ്ടത്, നമ്മുടെ നിയമങ്ങൾ തക്കതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പയ്യന്മാർക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് ആ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ അത് അവർ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരും നോക്കാറില്ല. അത് ഏത് കേസിലും അങ്ങനെയാണ് ഇവിടെ വരാറുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രതിഷേധം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇല്ലാതാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറും. അപ്പം ഈ ഒരു 5 പേരെ പിന്നാലെ അല്ല നമ്മളിപ്പോൾ പോകേണ്ടത്. ഈ കേസ് കൊണ്ട് ഇനി ഇങ്ങനെ ഒരു മക്കൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിധി കേട്ടാൽ ഇനി ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നാതിരിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ അവർക്ക് കിട്ടിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരെ അനുഭവിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. അപ്പം ഉള്ള നിയമങ്ങൾ തക്കതായ രീതിയിൽ അവർക്ക് ശിക്ഷ ലഭിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുകയും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ നിയമങ്ങൾ മാറാൻ വേണ്ടിയിട്ടോ നിയമങ്ങൾ തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടോ നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സമരങ്ങളിലൊക്കെ പോലീസുകാർ എതിർക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഭയങ്കര രീതിയിൽ പോലീസുകാരെ ഭയങ്കര മോശമായിട്ട് പറയുന്നതായിട്ട് കണ്ടു. ഒരു കാര്യവുമില്ല. ഇപ്പം ഈ പോലീസുകാരിൽ ഉള്ളിലുള്ള ആളുകൾക്ക് പോലും ചില ആളുകൾക്ക് ഇപ്പോൾ ഈ കുറ്റവാളികളൊക്കെ കൊല്ലാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് അവരുടെ ജോലിയാണ്, ഇത് ഇവിടുത്തെ നിയമമാണ്. എക്സാം എഴുതിക്കുക എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ്. നമുക്ക് ഒട്ടും
എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അപ്പം അത് ഇവിടുത്തെ നിയമമാണ്. അപ്പം അതിന് അവർക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അത് നിറവേറ്റിയേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് അതിന് എതിരെ നമുക്ക് അവരെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറിത്തരാൻ പോലീസുകാർക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അവരെ പോയി കുറേ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ നടക്കാത്ത കാര്യങ്ങൾക്ക് പ്രതിഷേധിക്കാതെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കുക. അതായത് ഇവർക്കൊരു ശിക്ഷ വിധിച്ചാൽ അത് അവർക്ക് നടപ്പിലാക്കുന്നുണ്ടോ, അവരത് അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഇവരെ ആ ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സമാധാനമായി. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച പോലെയാണ്. വധശിക്ഷ വിധിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. വധശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആള് ജയിലിൽ സുഖമായിട്ട് കിടക്കുകയാണ്, നടന്നിട്ടില്ല. അപ്പം അത് നടത്തിക്കുന്നത് വരെ ആണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ കുറ്റവാളികളുടെ ഫോട്ടോസോ വീഡിയോസോ ആരെങ്കിലും ഷെയർ ചെയ്യേ ആരോടെങ്കിലും ആയിട്ട് അത് വീഡിയോ എന്തെങ്കിലും ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 5 പേരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ഒരു 50% കുട്ടികളാണ് ശരിക്കും 5 പേർ എന്ന് പറയുന്നത്. കുട്ടികളുടെ മനോഭാവമാണ്. ഒന്നിനെയും പേടിയില്ലാത്ത, പാരൻസിന് ആരെയും ഒരു വിലയില്ലാത്ത. പണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കണ്ണിച്ചോര എന്ന് പറയും. നമുക്കൊരു മനസ്സിനൊരു വിഷമം ഉണ്ടാവും, ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വേദനിക്കുമെന്നില്ല. അങ്ങനത്തെ ഒരു വിഷമം ഇന്നത്തെ മക്കൾക്കേ ഇല്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊന്ന് മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ വീട് നന്നായാലേ നമ്മൾ പുറത്ത് നന്നാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ ഓക്കെ ആണോ, അവരിത്തരം മയക്കുമരുന്നുകളോ എന്തെങ്കിലും മോശമായ കാര്യത്തിലേക്ക് പോകുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുക. കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെ വളർത്തുന്ന പേരൻസിനാണെങ്കിലും നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഈ ഒരു പ്രായത്തിൽ അത്യാവശ്യമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രതിഷേധം കൊണ്ട് കാര്യമില്ല. നമ്മൾ നടക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കുക, കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അല്ലാതെ ഉള്ള നിയമങ്ങൾ നമുക്ക് മാറ്റാനോ തിരുത്തി എഴുതാനോ ഇവിടെ സാധ്യമാവുന്നതല്ല. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവർക്കൊരു ശിക്ഷ വിധിക്കുന്നുണ്ടോ, വിധിച്ചാൽ അത് അവർ അനുഭവിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.